എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് എവിടെയാ നമ്മൾ പോണ സോനു? ആലപ്പുഴ ഹൗസ് ബോട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മള് ഹൗസ് ബോട്ടിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളും ഒരു ദിവസത്തെ എല്ലാ വിശേഷങ്ങളും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഒരു ദിവസത്തെ സ്റ്റേ നമ്മൾ ഹൗസ് ബോട്ടിലായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാം. അതെ, ഒരു ദിവസം ഞങ്ങള് ആദ്യം വിചാരിച്ചു പുറത്ത് റിസോർട്ടിൽ താമസിച്ചാൽ മതിയോ എന്ന് വിചാരിച്ചു. പിന്നെ തോന്നി വേണ്ട, ആ ഹൗസ് ബോട്ടിന്റെ ഫുൾ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഫുൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഹൗസ് ബോട്ടിൽ തന്നെ 1 ഡേ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മള് 2018 പരിചയപ്പെട്ട സമയത്ത് ഒരു തവണ പോയി താമസിച്ച അവർക്കല്ലേ? അതെ, കുറെ കാലം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയി, പക്ഷെ അതിൽ താമസിച്ചില്ല. ഞങ്ങൾ പുറത്ത് ഹോട്ടലില് റൂം എടുത്ത് താമസിച്ചു, എന്നിട്ട് ബോട്ടിങ്ങിന് പോയി. ഇപ്പൊ ഇനി കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യട്ടാ. ഞങ്ങളുടെ ഡ്രസ് ഒക്കെ ഉണ്ട്. കഥകളിയാണ്, കഥകളി ശരിക്കും കാണത്തില്ലെന്നുണ്ട്. നമ്മള് കാണിക്കാം ഇടയ്ക്ക് കുറച്ച് കിട്ടെ. കഥകളി ഒരേപോലത്തെ ഷോർട്സ് ഒക്കെ ഇട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഓരോരുത്തർ മേടിക്കട്ടെ, ഇങ്ങനെ ഒരേപോലത്തെ ഇട്ടു മുമ്പ് പിന്നെ മൊബൈൽ കിട്ടി എടുക്കുമ്പോ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. അതിനെന്താ ആൾക്കാര് നോക്കട്ടെ അല്ലേ? ആൾക്കാര് നോക്കണോണ്ട് എന്താ ഒരു നാടാ ഇച്ചിരി ആൾക്കാര് നോക്കുമ്പോ. അപ്പൊ നമുക്കിനി ഇവിടുന്ന് പയ്യെ ഇറങ്ങിയാം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. എനിക്ക് നല്ല വിശപ്പുണ്ട് രാവിലെ തന്നെ. അതെ, അപ്പൊ നമ്മൾ പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോവുക. അപ്പൊ എല്ലാ വിശേഷങ്ങളും നിങ്ങളെ കാണിക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ പല വിശേഷങ്ങളും ഒക്കെ പറയും. അപ്പൊ ഫുൾ വീഡിയോ കാണണം. അപ്പൊ തുടങ്ങാം. ഞങ്ങൾ ഇറങ്ങട്ടെ ഇവിടുന്ന്. പോണ വഴിക്കാണ്. ശരി. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വൈറ്റിൽ ഇവിടെ ഒരു കെട്ടുവള്ള റെസ്റ്റോറന്റിൽ എത്തിയിട്ട് അന്ന് മൂന്നാർ പോയപ്പോ കയറിയത് റെസ്റ്റോറന്റ് തന്നെ. അതെ, മൂന്നാറിൽ പോകുമ്പോ നമ്മൾ ഇവിടെ തന്നെ കയറിയത്. അപ്പൊ ഞാൻ അപ്പം മുട്ടക്കറിയാണ് തന്നത്. ചോറും ഇടിയപ്പവും കടലക്കറി. രാവിലെ നോൺ വെജ് വേണ്ടാന്ന് വിചാരിച്ചു. ഇഷ്ടംപോലെ സമയമുണ്ട്, പയ്യെ കഴിച്ചിട്ട് പോയാൽ മതി അല്ലേ? അപ്പൊ ഫുഡ് വരട്ടെ, അപ്പൊ നമുക്ക് കാണാം അല്ലേ? ഇപ്പൊ ഫുഡ് വന്നിട്ടുണ്ട്, ഞങ്ങൾ കഴിക്കട്ടെ അല്ലേ? കഴിക്കട്ടെ കേട്ടോ. എനിക്ക് ഇടിയപ്പായിരുന്നു പറഞ്ഞു. പക്ഷെ വന്നപ്പോ അപ്പായി പോയി. സാറില്ല, പറഞ്ഞവര് മാറ്റി കൊണ്ടു തരുമോ? കിട്ടില്ലല്ലോ. സാറില്ല, ഇനി അപ്പം തന്നെ കഴിക്കാം. പറഞ്ഞാൽ മാറ്റി തരും. സാറില്ല, തിരക്കിൽ തെറ്റിപ്പോയതാണ്. കഴിക്കട്ടെ, കഴിച്ചിട്ട് കാണാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇനി നമ്മള് ആലപ്പി എത്തിയിട്ടല്ലേ കാണാം. ഇനി അവിടെ എത്തിയിട്ടേ കാണുള്ളൂ. ആയിരിക്കും ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കത്തില്ല. അപ്പൊ നമ്മളിനി ഹൗസ് ബോട്ടിന്റെ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഹൗസ് ബോട്ടിലെ ഫുൾ ഡീറ്റെയിൽസ് നമ്മള് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങള് ഹൗസ് ബോട്ടിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ എത്തി ഹൗസ് ബോട്ടിൽ വന്ന് കയറി. ഞങ്ങളാന്ന് തോന്നുന്നു ആദ്യം വന്ന ആൾക്കാർ. ബാക്കിയുള്ളവരൊന്നും കാണാനില്ല, എല്ലാവരും വരണേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. രണ്ടുപേരും നേരത്തെ ഒന്നുമില്ല, എന്നാലും 12 മണിന്ന് സമയം പറഞ്ഞ് നമ്മൾ 12 മണിയുടെ ഒരു 10 മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ വന്നു തുടങ്ങണേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ കയറി ഇതിന്റെ ഉള്ളിലൊക്കെ കാണണേ ഉള്ളൂ. മുകളിലേക്കൊക്കെ നമ്മളിപ്പോ പോണേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാണാം, ഇതൊക്കെ ഒന്ന് ബോട്ടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. വായോ. ലൈറ്റ് അകത്ത് ഇട്ടോ. അപ്പൊ കുറച്ചുകൂടെ ഇതാണ് നമ്മുടെ റൂം. അപ്പൊ ഇതേപോലത്തെ 7-8 റൂമുകളുണ്ട് അപ്പുറത്ത്. നമ്മള് പ്രീമിയം റൂം എന്ന് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത്. ഈ പ്രീമിയം എന്ന് പറയുന്നതിൽ AC ഉണ്ടാവും ഏത് സമയത്തും. അത് മാത്രമേ പ്രത്യേകത ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ ഇതാണ് ബാത്റൂമൊക്കെ നോക്കിയ കുറച്ചുകൂടി ഇതായിട്ടുള്ള ബാത്റൂം ഉണ്ട്. കുഴപ്പമില്ല, മൊത്തത്തില്
മൊത്തത്തില് നല്ലൊരു അല്ലെ, വലിപ്പം ഒരു ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ബോട്ടിലാവുമ്പോ ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. നമ്മള് പിന്നെ ഒത്തിരിയാറിന്റെ അകത്ത് ഇരിക്കുകയല്ലേ, മുകളിലായിരിക്കും. നമ്മള് റിസോർട്ടിലും അവിടെ ഇവിടെ പോണ പോലെ വലിയ റൂം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഹൗസ് ബോട്ടില്. എന്നാലും ഞങ്ങൾക്ക് 2 പേർക്ക് ധാരാളം. അതെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് ടൈം എടുക്കും സ്റ്റാർട്ട് ചെയ്യാൻ. ഫുഡ് ആയിട്ടില്ല, 2 മണി ആവണമെന്നാ പറഞ്ഞു. വിശന്ന് ഒരു ഇതായി. 2 മണി ആയി. നമുക്ക് നോക്കാം. പുറത്തേക്കുള്ള വ്യൂ നോക്കി. പുറത്തേക്ക് ഇപ്പൊ വ്യൂ ഇല്ല, കുറച്ച് കഴിയുമ്പോഴാണ്. മഴ പെയ്യുന്നുണ്ട്, ചെറിയ മഴ പെയ്യുന്നുണ്ട്. അപ്പുറത്തെ ബോട്ടിലെ ആൾക്കാരൊക്കെ കാണാം. ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെയാണ്, ഈ റൂമിലാണ്. ഇതുപോലെ കൊറേ റൂംസ് അപ്പുറം ഇപ്പുറം ആയിട്ടുണ്ട് അല്ലേ? കൊറേ ഉണ്ട്. 1 2 3 7 കൊറേ റൂമുകളുണ്ട്. ആരും എത്തിയിട്ടില്ല, നമ്മള് മാത്രമേ എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. എന്നാ ഇത് ഇവിടുന്ന് എടുക്കാൻ 1:30 ആവുന്ന പറഞ്ഞു, അതായിരിക്കും. എല്ലാം സെയിം റൂമല്ലേ? എല്ലാം സെയിം റൂമല്ലേ ചേട്ടാ നോക്കുമ്പോ? ഇല്ലേടെ മുകളിലേക്ക് കയറണല്ലേ? ഇവിടെ അതെന്നാ നമ്മള് വന്ന പോലെ ഉള്ള തന്നെ. അപ്പൊ ഇത് ബോട്ടിന്റെ മുകളിലാണ്. ഈ ഭാഗത്താണ് നമ്മള് ഫുഡൊക്കെ കഴിക്കുന്നത്. ലഞ്ച് ഡിന്നറൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കും. കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ ഉള്ളത്. മുകളിൽ നമ്മൾ അന്ന് നമ്മൾ വന്നൊക്കെ കുറച്ചുകൂടെ സൗകര്യമുള്ള ബോട്ടല്ലേ അല്ലേ? ഇവിടെ വലിയൊരു സ്ക്രീനും ഉണ്ടല്ലോ. ആരും വന്നിട്ടില്ല, നമ്മളാണ് അല്ലേ? നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ട് അല്ലേ നികേഷേട്ടാ? അടിപൊളി, സൂപ്പർ. അപ്പോ നമുക്ക് കാണാനില്ല. ഒന്നുകൂടി നമുക്ക് താഴേക്ക് പോയി നമ്മുടെ റൂമിലൊക്കെ പോയിട്ട് ഇനി കഴിക്കാൻ നേരത്തൊക്കെ വരാം. അതെ, ഫസ്റ്റ് റൂം തന്നെ നമ്മുടെ ഇവിടെ ഫസ്റ്റ് നമ്പർ 6 ആണ്. പക്ഷെ കേറി വരുന്നോട് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ കൊറേ ബോർഡുകൾ ഇട്ടിട്ടുണ്ട് അല്ലേ നികേഷേട്ടാ? നടക്കാനില്ല. ഞങ്ങളിവിടെ പുറത്തൊരു കടയുണ്ട്, അവിടെ പോയി കുറച്ച് വെള്ളം പേസ്റ്റ് ഒക്കെ മേടിച്ചു. പേസ്റ്റ് ഒന്നും ഇതിൻ്റെ അകത്തില്ലായിരുന്നു. സോപ്പ് ഉണ്ട്, എന്റെ സോപ്പ് മേടിച്ചില്ല. സോപ്പ് ഉണ്ട്, ഒരെണ്ണുണ്ട് അവിടെ. 2 ഇരിപ്പുണ്ട്. പിന്നെ ബ്രഷ് എന്തെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടോ? ബ്രഷ് ഞാൻ എടുത്തു. എന്റെ ബാഗിലുണ്ടോ? നമ്മള് പിന്നെ വേറൊന്നും ആവശ്യമുള്ളതില്ലല്ലോ, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. ഇത് കുറച്ചും കൂടി നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും പ്രീമിയം ആണ്. പ്രീമിയം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ഇനി ആൾക്കാർ ബാക്കിയുള്ള റൂമിലുള്ള ആൾക്കാരൊന്നും വന്നിട്ടില്ല, ആരും വന്നില്ല, നമ്മള് മാത്രം. അതുകൊണ്ട് തന്നെ ബോട്ട് എടുക്കുമ്പോ 2 മണിക്ക് ആവുന്ന എനിക്ക് തോന്നുന്നത്. എല്ലാരും വരണ്ടേ? ഫുഡ് റെഡിയായ ഫുഡ് കഴിക്കാം. രസമുണ്ട്. രസമുണ്ട്. ഇനി ഇത് ഇവിടുന്ന് എടുത്തു കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ ഇത്. വൈകുന്നേരം കൈനഗരിയോ ആ ഭാഗത്ത്, കൈനഗരി എന്നൊക്കെ പറഞ്ഞു. അത് ഇവര് ബോട്ടിൽ എന്തോ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോക്കാം, നമുക്ക് പോകുമ്പോ നോക്കാം. അതെ, അവിടെ എത്തിയിട്ട്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? അതെ. ാണ് സമയമാവണുള്ളൂ. 1:45 2 മണിയാവുമെന്ന് പറഞ്ഞു അല്ലേ ലഞ്ച്? പക്ഷെ ഞാൻ നികേഷേട്ടന് കഴിക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് നട്ട്സ് പോലെയുള്ള. അതൊക്കെ കഴിച്ചാ ആവും. ഇനിയിപ്പോ ഉച്ചക്ക് കഴിച്ചാ മതി. പിന്നെ ഇവിടെ അടുത്ത് സ്നാക്സ് ഇടുന്ന കടയൊക്കെ ഉണ്ട്, അതൊന്നും കഴിക്കേണ്ടെന്ന് ഓർത്താ. 2 മണിയാവട്ടെ.
ഫുഡ് റെഡി ആവാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോവാണ് അല്ലേ? മുകളിലേക്ക് പോവാണ്, നമുക്ക് നോക്കാം. വരാം. അപ്പോൾ ഇതാ ഫുഡ് എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ് അല്ലേ? വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. നോൺ വെജ് നമ്മുടെ അടുത്ത് കൊണ്ടു തരുമെന്നാണ് പറഞ്ഞ്. ആ കഴിച്ചു. നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ നികേഷ് ചേട്ടാ? ഇപ്പം നോൺ വെജ് ഒന്നും എടുത്തിട്ടില്ല അല്ലേ? നോൺ വെജ് അവർ ഇടയ്ക്ക് കൊണ്ടുവന്ന് തരും. ഫിഷോ അല്ലാണെങ്കിൽ അവിടെ വെച്ചത് വെജ് മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ വെജ് എടുത്തിട്ട് പോകും. അതെ, സാമ്പാർ, പരിപ്പ്, പയറുതോരൻ, അവിയലെല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. അങ്ങനെ കരിമീനാണോ? ആ, ഞാനിതാ നമ്മുടെ കരിമീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിച്ചു തുടങ്ങി നികേഷ് ചേട്ടാ? കഴിച്ചു. നികേഷ് ചേട്ടൻ്റെ ഫേവറേറ്റ് കരിമീൻ അല്ലേ? കരിമീൻ കണ്ടത് ഭയങ്കര സന്തോഷമായി. കഴിച്ചു. വിശപ്പ് പോയി കണ്ടു. മനസ്സിൽ നെല്ല് പൊട്ടി കരിമീൻ. എന്നാ കഴിച്ചു വന്നാ നമുക്ക് കഴിക്കാം. രണ്ടാൾക്ക് കഴിക്കാൻ പാടില്ല. നല്ല ഫുഡാട്ടോ, അടിപൊളി ഫുഡാണ്. കരിമീൻ കരിമീൻ സൂപ്പർ. കഴിച്ചു കേട്ടോ. കരിമീൻ പണ്ട് വറുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണുള്ളൂ. അല്ല പയ്യൻ എന്തോ പറഞ്ഞില്ല, അവിടെ ചെന്ന് എന്തോ വേണ്ടി പറയാൻ. എൻജോയ് ചെയ്താൽ മതി. കരിമീൻ നല്ല മുള്ളുണ്ട് കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നീ കഴിച്ചു കഴിഞ്ഞിട്ട്. മഴയുണ്ട്, തീരെ വെട്ടമില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വ്യൂ കാണുന്ന ഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതെ, നല്ലായിരുന്നു. മലയാളികളായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെയും പറഞ്ഞത്. ബാക്കിയൊക്കെ പുറത്തുനിന്നുള്ള നോർത്ത് ഇന്ത്യൻസും പിന്നെ കർണാടക, തമിഴ്നാട് ആ ഭാഗത്തുനിന്നൊക്കെ ഉള്ളവരാണ്. അങ്ങനെ അപ്പോൾ കഴിച്ചൊരു അധികം പോയി, അതുകൊണ്ട് എനിക്കൊരു നിൽക്കാൻ പറ്റണില്ല. ഞാൻ പാകത്തിനെ കഴിച്ചുള്ളൂ. ചേട്ടൻ പിന്നെ എന്നും നെഗറ്റീവ് കഴിക്കുമോ? പക്ഷെ എനിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും വിശക്കും, അതാ പ്രശ്നം. സോനു പിന്നെ ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക്, പിന്നെ രാത്രി. അങ്ങനെ എനിക്ക് അങ്ങനെയില്ല. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും തുടങ്ങും. നല്ല രസമല്ലേ? നല്ല വ്യൂ, ബ്യൂട്ടിഫുൾ വ്യൂ. അയ്യോ, അത് വ്യൂ ഇല്ല. ഇനി ഇവര് നമ്മളെങ്ങോട്ട് കൊണ്ടുപോണ്ട് എന്നൊക്കെ പറഞ്ഞു. അതെ, അതെവിടെയായിരുന്നു സോനു കേട്ടില്ലേ? കൈനഗരി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ എത്തിയിട്ട് നമ്മളെ ഇത് ലാൻഡ് ചെയ്യും. എന്നിട്ട് വേറെ എന്താ പറയുക, ഇതിലും വേറെ ബോട്ട് കയറ്റി നമ്മളെ കൊണ്ടുപോകുന്നു വേണമെങ്കിൽ. അത് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. സെപ്പറേറ്റ് ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊക്കെ പോയിട്ട് നമുക്ക് വ്യൂ ഒക്കെ കാണാം. ഉണ്ട്, അവിടെ ഉണ്ട് സ്പീഡ് ബോട്ടിൽ ഇവരെ കൊണ്ടുപോകണേ. ആ വ്യൂ കാണിക്കാമായിരുന്നു അല്ലേ? മഴക്കാറുള്ളതുകൊണ്ട് നല്ല ക്ലിയർ അല്ല കേട്ടോ ഇല്ല എടുക്കുമ്പോ അല്ലേ? എന്നാലും പക്ഷെ രസമുണ്ട്. നേരിട്ട് കാണുമ്പോ വ്യൂ നല്ല. അതെ, നല്ല മഴ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇല്ല നികേഷ് ചേട്ടാ, നല്ല മഴയായി. ഒരു മഴയും ഈ ബോട്ടിലെ ഇതും ഒരു പ്രത്യേക വൈബല്ലേ? എന്തോരം ബോട്ടല്ലേ അങ്ങ് നോക്കിയല്ലേ? എന്തോരം ഇഷ്ടം പോലെ ഉണ്ട്.
കുറച്ച് നേരം റൂമിൽ വന്നിരിക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ കൊണ്ടുപോകണത്, ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് നേരം റൂമിൽ വന്നിരിക്കാന്ന് വിചാരിച്ച് രണ്ടാളും ഇങ്ങനെ റൂമിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസല്ലേ? നല്ല രസമുണ്ട്, മഴ ആയതുകൊണ്ട് നല്ല രസമാണ്. അതെ, അപ്പൊ എല്ലാവർക്കും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ദിവസം ഇങ്ങനെ പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് ആലപ്പുഴയില് ഹൗസ് ബോട്ടിങ്. നിങ്ങൾ കാണുന്നവരില് കുറെ പേര് ഓൾറെഡി പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്തായാലും നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കൂടുതൽ കപ്പിൾസ് അതെ, ഹണിമൂൺ എന്താ വൈകിട്ട് ലൈറ്റ് എന്താ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെയാണ് രാത്രി എന്നൊക്കെ പറഞ്ഞ്. അപ്പോ നമ്മളതിന് പുതുമയല്ലല്ലോ, നമുക്ക് 7 വർഷമൊക്കെ കഴിഞ്ഞില്ലേ, സാരില്ല, നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിക്കാം. പുതുമോടി കപ്പിൾസിനെ പോലെ തന്നെ നമുക്ക് ആഘോഷിക്കാം. എന്തായാലും നല്ല രസമുണ്ട് ആലപ്പുഴയില് ഹൗസ് ബോട്ടിങ്. നമ്മളിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് വീഡിയോ കാണിക്കാല്ലേ? ഇനി കൊറേ ഉണ്ട്, ആരും ഇടയിൽ വെച്ച് പോകരുത് കേട്ടാ. മൊത്തം കാണണേ, മൊത്തം കാണണം. എല്ലാരും മൊത്തം കണ്ടിട്ട് വേണം അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പൊ ഇനി ഞങ്ങൾ കുറച്ച് നേരം കിടക്കുക കേട്ടോ. ഇവിടെ കുറച്ച് നേരം ഇവിടെ നല്ല രസമുണ്ട്, പുറത്തത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കിടക്കാം. ഇഷ്ടംപോലെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതെ, അപ്പൊ ഇനി നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ചായ ഒക്കെ കുടിക്കാൻ നേരത്തെ അവർ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പോവാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ മറ്റേ സ്ഥലത്തേക്ക് പോവാ അല്ലേ? അതെ, അപ്പൊ കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ. ഞങ്ങളങ്ങനെ ഇവിടെ ഒരു കരയ്ക്ക് കൊണ്ട് അടുപ്പിച്ചു വിട്ടു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വേറെ ഒരു തോണി കയറി. കുറെ പേരുണ്ട്, എല്ലാരും കൂടെ ഇരിക്കുകയാണ്. അതെ, നമ്മള് തോണിയിൽ കയറി ഇരിക്കുകയാണ്. മഴയുണ്ട്, കൊട കുറെ പേരുണ്ട്, ബാക്കിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്, കൊട തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? അതെ, കൊട കിട്ടി, കൊട വിടർത്തിക്ക് എന്ന് ചോദിച്ചേട്ടാ. എനിക്ക് എന്നെ കുത്തരുത്. കൊട വന്നു, കൊടയൊക്കെ ചൂടിയിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കയറിയ ശേഷം നമ്മള് പോകും. 1 മണിക്കൂറുണ്ടെന്നല്ലേ പറഞ്ഞത്? 1 മണിക്കൂർ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ. നമുക്ക് നോക്കാം, ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങോട്ടാണ് കൊണ്ടുപോകണമൊക്കെ. കുറേ പേരുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ. മഴ പെയ്തു അതിൻ്റെ. ഇവിടെ ഒരാൾ വന്നിരിപ്പുണ്ട് കേട്ടോ, ഞങ്ങൾ നോക്കണ്ട്. എന്ത് ക്യൂട്ടല്ലേ അതിനെ കാണാൻ. നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ നികേഷ് ചേട്ടാ? അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നോക്കാം എന്താ കാണാൻ പോണെന്നുള്ളത്. അതെ, ആഹാ, നല്ല രസമായിട്ടുണ്ട്. അതെ, ഇത് ഷെയറിംഗ് ഉണ്ട്, അല്ലാതെ ഉള്ളതൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ കൂടി പോകുമ്പോൾ വലിയൊരു രസം അതല്ലേ? ഞങ്ങൾ ഇതേ കയറി. എൻ്റെ ഇല്ലാക്കടെ ആയിരിക്കും കയറി പോണേ. തല വിട്ടുവാ? ഇല്ല, അയ്യോ, തല വിട്ടുവാ.
ഇല്ല. അയ്യോ അയ്യോ ഒരു പാലത്തിന്റെ അടിയിൽക്കൂടെ ഇങ്ങനെ കയറി പോയിട്ട് അപ്പൊ ഞങ്ങള് പേടിച്ചു പോയി, തല മുട്ടുമെന്ന് ഓർത്ത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ആ അത് താന്നിരുന്നത് നന്നായി, ചിലപ്പോ ഇരിക്കും. നല്ല രസമുണ്ട് അല്ലേ? നല്ല രസമുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് കൂടെ ഇങ്ങനെ വഞ്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല സന്തോഷമുണ്ട്. കൂടെ ഉള്ളവരൊക്കെ തന്നെ പുറത്തുനിന്നുള്ളവരാണ്. പറയാ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ പല ആൾക്കാർക്കും മലയാളികൾ എന്ന് പറയുമ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ ആയിരിക്കും മനസ്സിൽ വരുന്നുണ്ടാവുക. ഇപ്പോൾ എനിക്കൊക്കെ പ്രവാസ ജീവിതം കുറേ വർഷം ജീവിച്ച ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിൽ തിരിച്ചു വന്നതിൽ സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. എല്ലാ പ്രവാസികൾക്കും ഇത് കാണുമ്പോൾ ഇച്ചിരി അസൂയൊക്കെ തോന്നുന്നുണ്ടാവും. ഇങ്ങനെ പോയപ്പോ ഒരു തെങ്ങ് കുറെ കിളിക്കൂട് ഉണ്ട്. അപ്പൊ ഞാനത് നോക്കിയതാ. ചെറുപ്പത്തിൽ അങ്ങനെ പറക്കാൻ പോവായിരുന്നു, ഇങ്ങനെ ഇതൊന്ന് ചാടി ഇത് നിലത്ത് കിടക്കണേ. അപ്പൊ ഞാൻ കാണിച്ചെടുത്ത. അപ്പൊ അങ്ങനെ അപ്പൊ പറഞ്ഞു വന്ന പ്രവാസികൾക്ക് അപ്പൊ അവർക്കൊക്കെ കാണുമ്പോ ഇപ്പൊ ഞങ്ങളോട് ചെറിയൊരു കുശുമ്പ് തോന്നണല്ലേ. അതൊരു ഭാഗ്യമാണ് കേട്ടോ, ഇവിടെ ജീവിക്കാൻ പറ്റിയതൊരു ഭാഗ്യമാണ്. പക്ഷെ എല്ലാ പ്രവാസികളും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നാട്ടിലൊക്കെ വന്ന് സെറ്റിൽ ആവാൻ. പലർക്കും പല ബുദ്ധിമുട്ടുകളുകൊണ്ടും കാര്യങ്ങൾ കൊണ്ടായിരിക്കും സെറ്റിൽ ആവാൻ പറ്റാത്തത്. എന്തായാലും അത് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് പറ്റട്ടെ. നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. എന്തായാലും സന്തോഷം. ഇനി നമുക്ക് നോക്കാം, ഇവർ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇവരൊക്കെ തുണി ഇറക്കണേ. കുടിക്കാം. नॉर्मल कोकोनट है, देखने के लिए बड़ा वाला जो इससे छोटा है. ഞങ്ങളിങ്ങനെ തോണി കുറച്ച് ദൂരം അങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കരിക്കും ഐസും ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു. അത് ആ വീട്ടിലുള്ളവർ തന്നെ അങ്ങനെ വിൽക്കണമെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇവിടെ ഉള്ളവർ തന്നെ ലോക്കൽ ആൾക്കാർ ഒരു വിൽക്കണതാണ്. നമുക്ക് മേടിക്കാം. എന്തെങ്കിലും കരിക്ക് വേണം നികേഷ്? പറയണം, പറഞ്ഞ പോലെ ചോദിച്ചേക്കാം. ഞങ്ങള് 2 കരിക്ക് കുടിക്കാന്ന് വിചാരിച്ചു. ഞാൻ ചൊക്കാറ് മേടിക്കാന്ന് പറഞ്ഞു. അപ്പത്തേക്ക് നികേഷേട്ടൻ കരിക്കിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇനി വേണ്ടെന്ന് വെച്ചു. അത് ബാക്കിലുള്ളവരൊക്കെ പറഞ്ഞു ആ സമയത്ത് പറയണം. അപ്പൊ വീഡിയോ ആയിട്ട് നിൽക്കാം. ഞാൻ വേഗം കിട്ടാൻ വേണ്ടിട്ട് 2 കരിക്കുന്നു. അത് സാരമില്ല, എന്തായാലും കുഴപ്പമില്ല. നികേഷേട്ടാ കുടിച്ചോ? 2 അത് വന്നിട്ട് മധുരം ഉണ്ടോ? കുടിച്ചോ. അത് അവസാനം അത് പൊളിച്ചും തരൂ കേട്ടോ. അതിന്റെ അകത്ത് കുടിച്ചു കഴിയുമ്പേ ഞാൻ മേടിച്ചോളാം നികേഷേട്ടാ. അങ്ങനെ കരിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളം വീടുണ്ട് കേട്ടോ. കരിക്ക് നല്ല രസമുണ്ട്. ഡ്രസ്സ് വീണ്ട കേട്ടോ.
ഐസ്ക്രീമിനേക്കാളൊക്കെ നല്ലത് ഇതല്ലേ, നാച്ചുറൽ സാധനം അല്ലേ, ഇതല്ലേ കഴിക്കേണ്ടത്. ഒരെണ്ണത്തിന് 70 രൂപ അങ്ങനെ എന്തോ പറഞ്ഞല്ലേ. മഴ വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കരിക്ക് പോലത്തെ ഇത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം, അവരത് പൊളിച്ചു തരും. ഓ, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇത് കുടിക്കാനുള്ള ഇതൊന്നും ഇല്ല, സത്യം പറയാലോ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതെന്താ അതിന്റെ വ്യത്യാസം എന്നറിയോ? കഴിക്കുമ്പോ കണ്ടമാനം കഴിക്കും. കറക്റ്റ്. ഞാൻ കഴിക്കുമ്പോ കുറച്ചേ കഴിക്കുകയുള്ളൂ, അതാ കറക്റ്റാണ്. അത് ശരിയാട്ടോ. അയ്യോ, വേറെ ഫിറ്റായി, ഇനിയൊന്നും കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ തുടങ്ങി കേട്ടോ. ഞങ്ങള് ഭാഗ്യം ഒരു വലിയ കുട കിട്ടിയത്, അതുകൊണ്ട് കുടക്കകത്ത് കയറി. മഴ പെയ്തു. എന്നാലും ഒരുവിധം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് നമ്മുടെ ബോട്ടിലേക്ക് പോവാണ്. അപ്പൊ മഴയൊരു രസം തന്നെയാട്ടാ. മഴയത്ത് ഇങ്ങനെ തോളില് കുടയെ പിടിച്ച്, ഭാഗ്യം മൊബൈല് തലയിലില്ല. എന്തൊക്കെയാ നടക്കണേ എന്റെ ഭഗവാന്. മഴയും കൊട പിടിച്ചിട്ട് രണ്ടാളും കൂടി. ചോദ്യം താഴ്ത്തി കാണിച്ചത് എന്റെ താടിയൊക്കെ നനച്ചു തുടങ്ങി. ഓക്കെ, എനിക്ക് പ്രായം തുടങ്ങിട്ടോ. വയസ്സായി തുടങ്ങി എല്ലാവർക്കും. വയസ്സായി തുടങ്ങി എനിക്കെന്നല്ല, എല്ലാവർക്കും വയസ്സാവില്ലേ. സാറില്ല, വയസ്സാവണ്ടേ, നമുക്കിങ്ങനെ ഒരുമിച്ച് വയസ്സാവാം രണ്ടാൾക്ക്. രണ്ടാമെന്നല്ലേ, ലോകത്ത് മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും വയസ്സാവും. അപ്പൊ മഴയത്ത് ഇങ്ങനെ ഞങ്ങള് കൊട പിടിച്ച് രണ്ടാളും ഇങ്ങനെ ആലപ്പുഴ ഇതിലൂടെ ഇങ്ങനെ എന്താ പറയാ, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ തുഴയുന്നില്ല, തോണിയിൽ ഇരുന്നിങ്ങനെ പോവാ. മര നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. മഴയും കൂടെ ആകുമ്പോ മഴയുള്ളപ്പോഴും ഒരു രസമുണ്ട്. അതെ. അപ്പൊ നമുക്ക് ആസ്വദിച്ചിങ്ങനെ ഇരിക്കാം. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ആലപ്പുഴ. ആലപ്പുഴ ഒരു പ്രത്യേക വൈബ് തന്നെയാട്ടോ. ഇഷ്ടംപോലെ എന്റെ ചുറ്റിനും പാടം ഉണ്ട് കേട്ടോ, അതും ഒരു പ്രത്യേക രസമാണ്. വീഡിയോ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ഒക്കെ. ഇത് നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങള്. ആലപ്പുഴക്കാര് നമ്മുടെ കുറെ പേരുണ്ട്, സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ എന്തായാലും നമുക്കിങ്ങനെ കുറച്ച് നേരം ആസ്വദിച്ചു. ഇനി അവിടെ എത്തുമ്പോ പോണ വഴിക്ക് വേറെ വല്ല വിശേഷം ഉണ്ട്, അപ്പൊ കാണാം. മഴ അങ്ങനെ ശക്തമായി, ഞങ്ങള് കൊടയിലാണേലും നനഞ്ഞു തുടങ്ങി. മഴ ഭയങ്കരമായിട്ട് കൂടി. അപ്പം നല്ല ശക്തമായിട്ടുള്ള മഴയിൽ ഞങ്ങൾ ഇങ്ങനെ കൊടയിൽ രണ്ടാളും ഇങ്ങനെ പമ്മിയിരിക്കുക. ബാക്കിയുള്ളവരൊക്കെ അതുപോലെ ബാക്കിൽ കൊടയൊക്കെ ചൂടിയിരിക്കുന്നുണ്ട്. നല്ലൊരു രസമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് ഈ മഴയത്ത് കൊടയൊന്ന് താഴ്ത്തിയിട്ട് നമുക്ക് മഴയത്തൊക്കെ ഒരു റീൽ എടുത്താലോ എന്നൊക്കെ പറഞ്ഞു. സോന കേൾക്കുന്നു. മൊബൈൽ നനയും, അതാണ് അല്ലേ കുഴപ്പമില്ല. മൊബൈൽ നനയ്ക്കാൻ പറ്റില്ല. ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന ചാൻസ് അല്ലേ, നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് മഴ. അപ്പൊ മഴ നനയാൻ കൂട്ടാക്കണില്ല. എനിക്ക് ചെറുതായിട്ടൊന്ന് മഴ കൊണ്ടാക്കുന്ന ആഗ്രഹമുണ്ട്. അതവിടെ അടുപ്പിക്കട്ടെ. ഞാൻ ശരിക്കും മഴ മഴ കുറഞ്ഞല്ലോ. ഇപ്പൊ കുറഞ്ഞു, ഇച്ചിരി കുറഞ്ഞു. ഞാൻ വിചാരിച്ചു മൊബൈലും പേഴ്സും എല്ലാം കയ്യിലുണ്ട്, അപ്പൊ കൊട ഉണ്ടെങ്കിലും നനയും. എന്നാലും ഒരു രസമാണ് ഇതൊക്കെ. അതൊക്കെ രസാണ്, ഇതൊക്കെയല്ലേ എൻജോയ്മെന്റ്. അങ്ങനെ ഞങ്ങള് അവസാനം എത്താറായിട്ട് ബോട്ട് ഇതാ കിടക്കണേ. അവിടെ കൊട താത്തി പിടിക്കുക, മൊബൈൽ ഉണ്ട്. അവിടെ ആയിരുന്നോ അത്? ഓർക്കണില്ലല്ലോ. അതവര് അത് തന്നെയാ. കൊട നിർത്തണ്ട, അത് വെക്കാറ്. ഞങ്ങളങ്ങനെ അവസാനം ബോട്ടിന്റെ ഇവിടെ എത്തിയിട്ടോ, കയറാൻ പോവാണ്. തിരിച്ചെത്തി. നമ്മളങ്ങനെ ബോട്ടിൽ തിരിച്ച് എത്തിയില്ലേ? നമ്മള് തിരിച്ചെത്തി. നല്ലൊരു രസമുള്ളൊരു യാത്രയായിരുന്നു. അതെ, പുതിയൊരു എക്സ്പീരിയൻസ്.
ഡിഫറെന്റ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തു, തിരിച്ചു പോന്നു. ചായ കുടിക്കാൻ ഇനി അവര് എന്തോ സ്നാക്സ് ഒക്കെ തരുന്നുള്ളത് നമുക്ക് നോക്കാം. ചായയും സ്നാക്സും ഒക്കെ നമുക്ക് നോക്കാം. അങ്ങനെ സന്തോഷമായിട്ട് ചായ കുടിക്കാൻ പോവാം. മുകളിലേക്കാണോ പോകേണ്ടത്? റൂമിൽ കയറണോ ഇനി? വേണ്ട, ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ചായയുണ്ട്. സോനു കാപ്പിയല്ലേ? ഞാൻ കാപ്പി കുടിക്കാറില്ല, ഇന്നൊരു ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു കാപ്പി കുടിച്ചായിരുന്നു. ചായ, പിന്നെ ഇതെന്താ ബജ്ജിയോ എന്താ സാധനം? എന്തോ സവാള കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു സാധനം. കഴിച്ചോട്ടെ, കഴിച്ചു നോക്കിയാലോ. അതാണ് ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഇത് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അവര് വെച്ചാൽ കൂടുതൽ അവരല്ലേ വരണത്. മലയാളികൾ വരാറുണ്ട്, പക്ഷെ ഇവരാണ് കൂടുതൽ വരുന്നത്. നോർത്ത് ഇന്ത്യൻസും പിന്നെ നമ്മുടെ തമിഴ്നാട്, കർണാടക ഭാഗത്തൊക്കെ. മഴയത്ത് ഇങ്ങനെ ബോട്ടില് ചായ ഒക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ്. ബോട്ട് ഇവിടെ കൊണ്ട് അടുപ്പിച്ചായിരുന്നുണ്ട്. വീണ്ടും ഇവിടുന്ന് കുറച്ച് വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഈ കുറച്ച് നേരം കൂടി പോവും. അത് കഴിഞ്ഞിട്ട് അവര് വേറൊരു സ്ഥലത്ത് ഇത് കെട്ടിയിടും. പിന്നെ നാളെ രാവിലെ എടുക്കും. അതെ, ഇപ്പം വേറെ കുറച്ച് നേരം കൂടി ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കും. രസമാണ് നല്ല കുറേ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ കൂടെ നമ്മളിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അടിപൊളി. എന്തായാലും ഒരു ദിവസമൊക്കെ ഫാമിലി എല്ലാവർക്കും കൂടി വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. അപ്പം ചായ കുടിക്കട്ടെ. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം നല്ല വ്യൂ അല്ലേ? അടിപൊളി, സൂപ്പർ, നല്ല രസമുണ്ട്. വീണ്ടും ഇവിടെ ഒരു സ്ഥലത്ത് അടുപ്പിച്ചു. ഇന്ന് ഇവിടെ ആയിരിക്കും കിടക്കുന്ന അല്ലേ? അതെ, നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാം. അതെ, എന്താന്ന് നോക്കാം. ഇവിടുന്ന് എന്തോ മീനൊക്കെ പിടിച്ചു കൊടുത്താൽ ഇവര് കുക്ക് ചെയ്യുമെന്ന് പറയണു. നമ്മൾക്ക് അതൊന്നും വേണ്ട. നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടോ ഇതിന്റെ ഇവിടെ എന്തോ മസാജൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം, മീൻ പിടിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടു. നമ്മള് ചുമ്മാ നമ്മൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അതെ, എല്ലാ ബോട്ടുകളും ഇവിടെ കൂടുന്ന ഇങ്ങനെ നിർത്തുന്നുണ്ട്. മീനൊക്കെ മേടിക്കേണ്ടവർക്ക് മീൻ മേടിക്കാന്ന് പറഞ്ഞിട്ട് ബോട്ടെ കൊണ്ട് കൊടുത്ത് അവര് കുക്ക് ചെയ്ത് തരും. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താന്ന്. വേണ്ട, അങ്ങനെ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ കയറിയിട്ടോ. കുറച്ച് ടൈം കഴിയുമ്പോൾ അവര് വീണ്ടും ഇവിടുന്ന് തിരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടിടും, എന്നിട്ട് നമ്മളതിൽ കിടക്കും. അതെ, രാത്രി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ രാവിലെ മോർണിംഗിലാണ് ഇനി കുറച്ച് നേരം അവർ കൊണ്ടുപോകുക. പിന്നെ ഇനിയിപ്പോൾ ഡിന്നർ ലൈറ്റോ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ ഭാഗത്ത്. അവരൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ലേ. അപ്പം അവരുടെ സംസാരവും അവരുടെ ആ ഒരു മൊത്തത്തിൽ പല വ്യത്യസ്ത വസ്ത്രധാരണത്തിലും ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളിൽ നോക്കുന്നുണ്ട്. രണ്ടാളും ഒരേപോലത്തെ ടീഷർട്ട് അല്ലേ? ഞാൻ പറഞ്ഞു നീ ഒരുപോലത്തെ മേടിക്കണ്ടാട്ടോ, എന്നാന്ന് വെച്ചാൽ എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അയ്യോ നോക്കിക്കോട്ടെ, എന്താ നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? നോക്കട്ടെ, ആൾക്കാർ നോക്കട്ടെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇനി കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഞങ്ങളങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8 o'clock മുതലാന്ന് പറഞ്ഞു. അതെ, നമ്മളെ
ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാന്നാ പറഞ്ഞു. അവിടെ ക്യാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ക്യാൻഡിലൊക്കെ എല്ലാ ടേബിളിലും വെച്ചത് കണ്ടു. അപ്പൊ നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കാൻ പോയാലോ? അവിടെ ചെന്നാ മ്യൂസിക് വെച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോ ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, അതാണ് ഇപ്പോഴേ പറഞ്ഞത്. അതെ, മ്യൂസിക് ഒക്കെ വെക്കുന്ന കണ്ടു. അപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെ, ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ നമ്മള് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ച് കാണാം. അതെ, പിന്നെ അതുമല്ല നമ്മളിപ്പോ ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലാട്ടെ ഇപ്പൊ ബോട്ട് രാത്രിയിൽ ഇവിടെ കൊണ്ടിട്ടാണ് ചുറ്റിക്കറങ്ങി. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ കൊണ്ടിട്ടു. അപ്പൊ ഇന്ന് ഇവിടെ രാത്രി മൊത്തം ഇവിടെ നമുക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്കൊന്ന് നടക്കാം, പുറത്തൊക്കെ ഒന്ന് നടന്ന് കാണാം. അത് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി രാവിലെ ഒരു 1 hour യാത്ര ഉണ്ടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ തന്നെ ഉണ്ട് നമുക്ക്. 9 മണിക്ക് ചെക്കൗട്ട്, അതാണ് ടൈം പറഞ്ഞേക്കണേ അല്ലേ? അതെ, അപ്പൊ നമുക്ക് കഴിക്കാൻ പോവാം. എന്താ പുലാവ് ആന്നല്ലേ പറഞ്ഞേ? പുലാവ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കന് എല്ലാം ഉണ്ട്. നിങ്ങളെങ്ങനെ ക്യാൻറ്റീൻ ഡിന്നർ കഴിക്കാൻ പോവാണ്? മ്യൂസിക് ഒന്ന് നിർത്തിയപ്പോ എടുത്തതാണ്. അതെ, 7ാം വർഷത്തിലും ഞങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിച്ചിരിക്കുകയാണ് നവദമ്പതികളുടെ കൂടെ. എങ്ങനെയുണ്ടത് ക്യാൻഡിൽ ലൈറ്റ്? റോസപ്പൂ ഒക്കെ ഇട്ടാ മ്യൂസിക് വെച്ചു. അപ്പൊ നമുക്ക് ഇനി കഴിക്കുമ്പോ കാണാം അല്ലേ? മ്യൂസിക് വെച്ച കാരണം ഒന്നും ഇനി സംസാരിക്കാൻ പറ്റില്ല. ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ, ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് സൈഡില്. കഴിക്കാം, കഴിച്ചു തുടങ്ങാം ഇനി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബോട്ടിൽ നിന്ന് പുറത്തെ റോഡിലേക്ക് ഇറങ്ങിട്ടോ. കഴിച്ച് വെച്ചൊരു അധികമായി പോയി, അതുകൊണ്ട് വാക്ക് ചെയ്യാണ്. കുറച്ചു നേരം നടക്കാന്ന് വിചാരിച്ച് റോഡിലേക്ക് ഇറങ്ങി. ആരും ഇല്ല, വിജനമായ ഒരു സ്ഥലം. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് ബാക്കിലോട്ട്. അതെ, അവിടെ എല്ലാ ബോട്ടും കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട്, എല്ലാം സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ. ഞാനിപ്പോ വരുമ്പോ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ? നമ്മള് കേറിയ ബോട്ടില് പ്രായമായവർക്കൊക്കെ കയറാൻ ഇച്ചിരി പാടാ. അതിന്റെ അപ്പുറത്തൊരു ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതില് ഒരു ഏണി പോലത്തെ ഒരു സാധനം ഇങ്ങനെ വെച്ചിരിക്കുക. അതായത് വയസ്സായവർക്കൊക്കെ പെട്ടെന്ന് കയറി പോവാം, ഈസി ആയിട്ട് കയറി പോവാം. അപ്പൊ അതിന്റെ ചിത്രം ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തു. അത് നല്ലൊരു കാര്യമല്ലേ? കാരണം വയസ്സായവരൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് ഇതുപോലെ നമ്മൾ കയറിയ പോലെ ഒന്നും അവർക്ക് ഇങ്ങനെ കാലിങ്ങനെ അകത്തി വെച്ചൊന്നും കയറാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങാനും വെള്ളത്തിലേക്ക് വീണ അതിലേറെ ബുദ്ധിമുട്ട്. അപ്പൊ ഇതിലൂടെ ഇങ്ങനെ നൈസായിട്ട് കയറാം. അത് ഞങ്ങൾ പുറത്തൊക്കെ നടന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ്, കടകളൊക്കെ ക്ലോസ് ആയി എടുക്കണു, എന്നാലും പുറത്തത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പൊ സമയം ഒത്തിരിയായി. അപ്പൊ ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടക്കണം ഇനി. അപ്പൊ അതിന്റെ മുമ്പ് നിങ്ങളോട് സംസാരിച്ചിട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി ഭാഗം നാളെ ഉണ്ട്, നാളെ രാവിലെ. അപ്പൊ നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന് അല്ലേ? അതെ, നല്ല ദിവസമായിരുന്നു. നല്ല ദിവസമായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു ഡേ ആയിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഇതിന്റെ ബാക്കി നാളെയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കം ഒക്കെ ഉറങ്ങണം. ഉറങ്ങിയിട്ട് രാവിലെ നമുക്ക് കാണാം. അപ്പൊ ഇനി ബാക്കി നാളെ രാവിലെ കാണാം നമുക്ക്.
അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് ഫ്രഷായി. നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമൊക്കെ ആവാറായി. അപ്പൊ മുകളില് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇവര് 1 hour ഇപ്പൊ സെയിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ 1 hour അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെക്കൗട്ട് ഒക്കെ വരിക. അപ്പൊ നന്നായിട്ട് ഉറങ്ങിയില്ലേ? കൊറേ നേരം ഉറങ്ങി. നന്നായിട്ട് ഉറങ്ങി. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഇനി അവിടെ മുകളിൽ പോയിട്ട് കാണാം. ബോട്ട് കുറച്ചു നേരം ഇങ്ങനെ പോണേനും 1 മണിക്കൂർ ഇവര് ഇതിലേക്കിടെ ഒന്ന് കറങ്ങി വരുമെന്നാ തോന്നണേ. ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. അതുകൊണ്ട് ഒരു നല്ല ക്ലൈമറ്റ് ആണ്. അതെ, നമുക്ക് ഇപ്പൊ മുകളിൽ പോയിട്ട് കാണാം. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അവിടെ എന്താന്നൊക്കെ ഒന്ന് നോക്കാം. വാ. ഇതിന്റെ ഈ നടന്നു പോണ ഭാഗം നടുക്കും 2 സൈഡില് റൂമാണ്. അപ്പൊ ഇത് ശരിക്കും ഒരു ഹോട്ടലിനെ പോലെ അല്ലേ? 12 റൂമുണ്ടെന്നാ അവരെന്താ പറഞ്ഞു ചോദിച്ചപ്പോ. പിന്നെ മുകളിൽ വേറെ റൂമുണ്ട്. അഞ്ച് 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ ബോട്ടും ഇങ്ങനെ വീണ്ടും ഒരു റൗണ്ട് കൂടെ ചുറ്റാൻ വേണ്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്തോ ഒത്തിരി ബോട്ടുണ്ടല്ലേ നികേഷ് ചേട്ടാ? കുറേ ബോട്ടുകളുണ്ട്. എന്തോ ഒരു ഹൗസ് ബോട്ടിന്റെ വലിയ ബിസിനസ് തോന്നുന്നു കേട്ടോ. ആലപ്പുഴയില് കണ്ടമാനം ഹൗസ് ബോട്ട്. അത് ആൾക്കാരും ഉണ്ട്. അതേ വരുന്നുണ്ട്. ഓരോരുത്തർ ഇവിടെ കർണാടകയിൽ നിന്നുള്ള 2 പേര് സംസാരിച്ചായിരുന്നു. അതെ, കഴിക്കാൻ തുടങ്ങാം. അവർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്താ ഉള്ളത് നോക്കട്ടെ. രാവിലെ നമുക്ക് എന്താ പറയാ, ഇഡ്ഡലി ഉണ്ട്, ഉപ്പുമാവുണ്ട്, ബ്രെഡ്, പൈനാപ്പിൾ ഇങ്ങനെയുള്ളതൊക്കെയാണ്. നമ്മളിതൊക്കെ ആയിട്ട് എടുത്തതാണ്. ഇഡ്ഡലി ഉണ്ട്, നികേഷയുടെ കുറച്ച് ഉപ്പുമാവ്. ഞാൻ ഇഡ്ഡലി, ഉപ്പുമാവ്, പഴം, ഓംപ്ലേറ്റ്, ചട്നി ഇത്രയും എടുത്തേ. സോനുന്റെ ഒരു കുറവാണല്ലോ. ഞാൻ ഓംപ്ലേറ്റ് ഒന്നും എടുത്തില്ല. ഇഡ്ഡലി, ചട്നി, സാമ്പാർ, പിന്നെ ഇതെന്താ ഇത് പൈനാപ്പിള്, പഴം. പിന്നെ ഞാനൊരു കോഫി എടുത്തു. നികേഷേട്ടന് ചായ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരും. കഴിക്കാം. കായലിരുന്നൊരു അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരു സന്തോഷം. കഴിച്ചോട്ടെ. എനിക്ക് ഉപ്മാവും പഴവും ഇഡ്ഡലിയും ഒക്കെ ഉണ്ട്. കഴിച്ചോട്ടെ. എനിക്ക് നിങ്ങള് വലിയ സോനു നികേഷ് ബ്ലോഗറിനാണ്. ഒരു ഫോളോവറൊക്കെ കുഴപ്പമൊന്നുമില്ല. വല്ലപ്പോഴും വീഡിയോ ഇടാറ്. കിട്ടി ഇതല്ലേ? ശരി, സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടാ. ഒരു സബ്സ്ക്രൈബറും കൂടി. ശരി, താങ്ക് യു. ഹൗസ് ബോട്ട് എപ്പോഴും ഉണ്ടല്ലോ. അല്ല, സ്പീഡ് ബോട്ട്. ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഇരുന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതെ. ഇതിന്റെ മുകൾ ഭാഗത്തുള്ള ബാൽക്കണിയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. നല്ല രസമുണ്ട്. കുറെ ഹൗസ് ബോട്ടുകളും ഒരുപാടെണ്ണം അല്ലേ? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ നിറച്ചും ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോയിട്ട് അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് സ്പീഡ് ബോട്ടിൽ പോണോ സോനു? ഇത് സ്പീഡ് ബോട്ടിൽ വേണ്ട അല്ലേ? പിന്നെ ഒരിക്കൽ ഇപ്പൊ നമ്മൾ ഫുള്ള് ഹൗസ് ബോട്ടിലാണ് നമ്മൾ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്ത് മൊത്തം കാണിച്ചിരിക്കുന്നത്. അത് അടിപൊളിയാണ്. അല്ല, ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും വന്ന് ഒരു ദിവസം അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. നല്ല കാറ്റും ഉണ്ട്, നല്ല രസമുണ്ട്, അടിപൊളി വ്യൂ. കൊറേ ഉണ്ട് കാണുന്നതല്ല.
ാണ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി വളരെ നല്ലൊരു ജേണി ആയിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. ഒരു ദിവസം ഹൗസ് ബോട്ടിൽ നമ്മൾ അടിച്ചു പൊളിച്ച് ആ യാത്രയുടെ അവസാന ഭാഗത്തെത്തി നിൽക്കുകയാണ് അല്ലേ? ഒരു സന്തോഷമായില്ലേ? സന്തോഷമായി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ആലപ്പുഴ ഹൗസ് ബോട്ടിങ്. അപ്പൊ എല്ലാവരും പറ്റണവരൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ പോവാ. നമ്മളതിന്റെ പറ്റാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ കാട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ചെക്കൗട്ട് ചെയ്യട്ടെ, ഇറങ്ങട്ടെ. അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയിപ്പോ ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്തേക്ക് ഫ്ലാറ്റിലോട്ട് പോവാണ്. അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൗസ് ബോട്ട് യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവര് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെയ്ക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.